ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം കേട്ടോ. അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് ഇടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അല്ലെ. അങ്ങനെ അനാമികനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അനാമികയെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം. വേറെ ഒന്നുമല്ല, നമ്മുടെ മൂർത്തി മുത്തശ്ശനും വസന്തര മുത്തശ്ശിയും വന്നു ആദർശ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു, എനിക്ക് പറ്റില്ല, എനിക്ക് ന്യായത്തിന്റെ കൂടെ നിൽക്കാനേ പറ്റത്തുള്ളൂ, അല്ലാതെ ഞാൻ ഒരിക്കലും തെറ്റ് ശരിയാണെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കില്ല, അതിന് എന്നെ കിട്ടില്ല, അനാമിക ചെയ്തത് തെറ്റ് തന്നെയാണ്, പൂർണ്ണമായിട്ടുള്ള തെറ്റ് തന്നെയാണെന്ന്. അപ്പൊ വസന്തര പറഞ്ഞു, അല്ലെങ്കിൽ ശരിയാ, ഈ അവസ്ഥയിൽ എങ്ങനെയാ നയനമോളെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയത്, അതും ഈ അവസ്ഥയിൽ ശരീരം ഒന്നും ഒട്ടും അനങ്ങാൻ പാടില്ലാത്തതല്ലേന്ന് പറഞ്ഞപ്പോ പെട്ടെന്നാണ് ജാനകി ചോദിച്ചു, ഏതവസ്ഥ, എന്തവസ്ഥ, അമ്മ എന്താ ഈ പറയുന്നത്, അവർക്ക് ഇതിന് മാത്രം എന്തവസ്ഥയാ ഉള്ളതെന്ന്. അപ്പൊ ദേവയാനി പറഞ്ഞു, അത് പിന്നെ അച്ഛനും അമ്മയൊക്കെ പറയുന്നത് വേറെ ഒന്നുമല്ല, അവക്ക് രക്തക്കുറവുണ്ടെന്നോ അവക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നാ, അപ്പൊ അതിനുള്ള മരുന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക, അപ്പൊ അതുകൊണ്ടാന്ന് പറഞ്ഞു. രക്തക്കുറവ്, അവക്ക് രക്തക്കുറവല്ല, രക്ത കൂടുതലുണ്ടായിട്ടാ അവളുടെ രക്തം ഇങ്ങനെ തിളച്ചോണ്ടിരിക്കുന്നത്. ഇത് പറഞ്ഞ അനാമികയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് മൂർത്തി പറഞ്ഞു, നയന നിന്റെ ഏടത്തിയ, അങ്ങനെയുള്ള നയനയ്ക്ക് നീ അമ്മയുടെ സ്ഥാനമാണ് കൊടുക്കേണ്ടത്, നിനക്ക് മൂത്തവരെ ബഹുമാനിക്കാൻ അറിയില്ല, അത് നിന്റെ സംസാരത്തിൽ പ്രവൃത്തിയിലൊക്കെ പ്രകടമാകുന്നുണ്ട്, ആ സ്വഭാവത്തിന് മാറ്റം വന്നേ പറ്റൂ. എന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്ന എന്റെ മനസ്സ് പറയുന്നതും എന്റെ വിശ്വാസമൊക്കെ, അതുകൊണ്ട് തൽക്കാലം എന്റെ ഈ ഒരു സ്വഭാവം ഒന്നും മാറ്റാൻ പറ്റില്ല മുത്തച്ഛ, അത് ആരും ശ്രമിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ അനാമിക. അപ്പോഴത്തേക്കും നമ്മുടെ ജാനകി പറഞ്ഞു, അനാമിക മോളെ നന്ദു തല്ലിയ സമയത്തെ മോളുടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ ആ സമയം തന്നെ വിളിച്ചോണ്ട് പോയേനെ. എന്റെ പൊന്ന് ജാനകി, എന്റെ കൊച്ചുമക്കളുടെ ജീവിതം തകരരുത് എന്ന് മറ്റാരെക്കാൾ കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഒരു സത്യം പറയാതിരിക്കാൻ പറ്റില്ല, നയനമോള് ഈ വീട് വിട്ടു പോയിട്ടുണ്ട്, ഇപ്പോഴും ഈ വീടിന് പുറത്ത് തന്നെയാ. അങ്ങനെയുള്ള മകളെ ഞങ്ങൾ കാണാൻ പോകുന്ന സമയത്ത് അവക്ക് പാരദോഷിതം കൊടുക്കുന്നതും മോളെ തിരിച്ചു കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നതും ഒക്കെ എന്താണെന്നറിയാമോ, അവള് നല്ല കുടുംബിനി ആയതുകൊണ്ടാ, നല്ല ഭാര്യ ആയതുകൊണ്ടാ, നല്ല മരുമകളായതുകൊണ്ടാ. പിന്നെ അവക്ക് മുമ്പൊക്കെ ആണല്ലോ നീയും അതുപോലെ തന്നെ ദേവയാനിയും ഒക്കെ മരുമക്കള് ആയിട്ട് ഇങ്ങോട്ടേക്ക് കയറി വന്നത്. പക്ഷെ നിങ്ങളെക്കാളും ഗുണം അവക്കുണ്ട്, അതുകൊണ്ട് തന്നെ ആദർശ് അങ്ങോട്ടേക്ക് അവരെ കാണാൻ വേണ്ടി പോകുന്നതും അവളെ സ്നേഹിക്കുന്നതും ഒക്കെ അതുകൊണ്ടാ നമ്മുടെ അനിയും അങ്ങനെ കാണാൻ പോകുന്നത്. പിന്നെ നിന്റെ മരുമകളുടെ ഭാഗത്താ തെറ്റ്, ഇല്ലാത്ത കഥകൾ മെനഞ്ഞു കെട്ടി ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ഒരുപാട് അകന്നു പോകും, ഭാര്യയും ഭർത്താവും അടുക്കുന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോഴത്തേക്കും ജാനകി പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇവളുടെ ഭാര്യയുടെ അനീതി ഉണ്ടല്ലോ, എന്റെ മരുമകൾക്ക് പകരമാവില്ല, അത് ഞാൻ ജീവിച്ചിരിക്കുമ്പോ സമ്മതിക്കത്തുമില്ല എന്ന് പറഞ്ഞിട്ട് ജാനകി അങ്ങ് പോയി കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ദേവയാനി പറഞ്ഞു, ആദർശേ, നിന്നോട് എത്ര പറഞ്ഞാലും നീ നിന്റെ ഭാര്യ വീട്ടിലേക്ക് പോവും, നയനെ കാണുകയും ചെയ്യും, അതെനിക്കറിയാം, അതെന്താണെന്ന് വെച്ചാൽ നീ ആയിക്കോ. പക്ഷെ ഒരു കാര്യം പറഞ്ഞേക്കാൻ നീ നിന്റെ അനിയനെ പറഞ്ഞു തിരുത്തണം, അവന്റെ ജീവിതം നീ തകർക്കരുത്. നയന നിന്റെ ഭാര്യ, നിനക്ക് കാണാൻ പോകാം, പക്ഷേ അങ്ങനെ ഒരു ബന്ധം ആ വീട്ടിൽ ആരുമായിട്ട് അനിക്കില്ല, അത് നിനക്കറിയാലോ, പിന്നെ എന്തിനാ അങ്ങനെ ഒരു ബന്ധം നിലനിർത്തുന്നത്. അപ്പൊ മൂർത്തി ചോദിച്ചു, ആരാ പറഞ്ഞതില്ലെന്ന്, എനിക്കറിയാം, ആ വീട്ടുകാരെ ഏത് കിണത്തിലാ പെടുത്തേണ്ടതെന്ന് നന്നായിട്ട് അറിയാം, അവനെ ഒരു കലാകാരനാ, മനസ്സ് അറിഞ്ഞിട്ടും മനുഷ്യ മനസ്സ് അറിഞ്ഞിട്ടും ഒക്കെ അവൻ കവിത എഴുതുന്നത്, അതുകൊണ്ട് ആൾക്കാരെ തരംതിരിക്കാനും നമ്മളെക്കാളും നല്ലൊരു മിടുക്ക് അവനുണ്ടെന്ന എന്റെ വിശ്വാസം. പിന്നെ അവൻ ഒരിക്കലും മനസ്സിലാകാത്ത പെൺകുട്ടി അവന്റെ ഭാര്യയായിട്ട് വന്നു, എന്ത് ചെയ്യാനാ, അത് സംഭവിച്ചു. പിന്നെ ഇങ്ങനെ സംഭവിച്ചു പോയതിന് എന്ത് തെറ്റാ അനു ചെയ്തത്. പിന്നെ ഈ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാവുകയും കുടുംബം രണ്ടായിട്ട് പിരിയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ എന്ത് നടക്കുന്നൊന്നും എനിക്കറിയില്ല, ആ പെണ്ണ് ഇവിടെ കയറി വന്നതോടുകൂടി കുടുംബം മുടിയുന്ന എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി പറഞ്ഞു, എങ്കിൽ പിന്നെ തറവാട് അങ്ങോട്ട് വെട്ടിമുറിക്കാൻ പറഞ്ഞു. അപ്പൊ ആദർശ് പറഞ്ഞു, അങ്ങനെ തറവാട് വെട്ടിമുറിച്ചാലേ ഏറ്റവും കൂടുതൽ വേദനിക്കാൻ പോകുന്നത് ആരാന്നോ, അമ്മയായിരിക്കും. അമ്മ എപ്പോഴും പറയും അമ്മയുടെ അടുത്ത് ഏറ്റവും കൂടുതൽ വേണ്ട ആള് നയനയാണെന്ന്, അങ്ങനെ ഒരു ദിവസം വരൂ അമ്മേ എന്നിങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് പോയി. അപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി മൂർത്തി മുത്തച്ഛനോട് ചോദിച്ചു, അതെന്താ അവനെ അങ്ങനെ പറഞ്ഞത്. അവന്റെ മനസ്സിൽ ആ പറഞ്ഞതിന് എന്തെങ്കിലും വ്യക്തമായ കാരണം കാണുമായിരിക്കും. മൂർത്തീസ് ജ്വല്ലറിയുടെ MD നിന്റെ മകന്, അവൻ വെറുതെ അല്ല എം ഡി ആയത്, നിന്നെക്കാളും നിന്റെ ഭർത്താവിനേക്കാളൊക്കെ തലച്ചോറുള്ള ഒരാൾ തന്നെയാണ് ആദർശ്. അതുകൊണ്ട് അവൻ എന്തെങ്കിലും പറയുമ്പോൾ അത് തിരുത്താൻ നോക്കാതെ അവൻ പറയുന്നത് 3 തവണ ഒന്ന് ചിന്തിച്ചു നോക്ക്. അങ്ങനെ ചിന്തിക്കുമ്പോൾ എപ്പോഴെങ്കിലും ആരും പറയാതെ തന്നെ നിന്റെ ചോദ്യത്തിനുള്ള ഉത്തരം നിനക്ക് കിട്ടിയിരിക്കും. നീ ഈ ഉത്തരം കിട്ടാതെ അലയുന്നുണ്ടല്ലോ, അതിനുള്ള ഉത്തരവും നിനക്ക് കിട്ടിയിരിക്കും എന്ന് പറഞ്ഞിട്ട് മൂർത്തി അങ്ങ് പോയി കേട്ടോ. ഈ സമയത്ത് ജലജ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും, ഇതിന്റെ ഇടയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ അങ്ങോട്ട്.
എന്തോ എന്തോ സംഭവം ഉണ്ട്, ആരും അറിയാത്ത എന്തോ സംഭവം ഉണ്ട് എന്നിങ്ങനെ ജലജ മനസ്സിൽ വിചാരിച്ചു കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ മൂർത്തി മുത്തച്ഛനെയും ആദർശനെയും കാണിക്കുന്നത്. അങ്ങനെ മൂർത്തി ചോദിക്കും, അല്ല മോൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നം ഇല്ലെന്ന് അവള് പറയുന്നത്. ഹോസ്പിറ്റലിൽ പോകാൻ അവള് സമ്മതിക്കുന്നില്ല. വൈകുന്നേരം കുറച്ച് മരുന്നുമൊക്കെ ആയിട്ട് ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലുമെന്ന് അവളോട് പറഞ്ഞിരുന്നു. എന്നാ പിന്നെ അത് മനസ്സിലാക്കിയ അനിയുണ്ടല്ലോ, എന്നെക്കാളും മുന്നിലാ പോയത്. അതിന്റെ ആവശ്യമില്ലായിരുന്നു. ആദർശേ, നിന്നെക്കാൾ മുന്നേ നയനെ മനസ്സിലാക്കിയത് അനിയ. അത് നീ മറന്നുപോയോ? അതുപോലെ തന്നെ നിന്നെക്കാൾ അവൻ ഇഷ്ടമാ. അതുപോലെ അവന്റെ അമ്മേനേക്കാൾ അവൻ ഇഷ്ടമാ. ആരെ? നിന്റെ അമ്മയെ. അതുകൊണ്ട് തന്നെയാണ് പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിച്ച, അതും പ്രത്യേകിച്ച് ദേവയാനിയെ സഹായിച്ച നയനെ അവൻ ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതിന്റെ സ്നേഹമാ ആ കുട്ടി കാണിക്കുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. അതെനിക്കറിയാം മുത്തച്ഛ. പക്ഷെ അങ്ങോട്ടേക്ക് അവ പോകും തോറും നന്ദുവിനെ കാണാനുള്ള സാഹചര്യം കൂടും, അടുക്കാനുള്ള സാഹചര്യം കൂടും. വിവാഹം കഴിഞ്ഞ പയ്യനാണല്ലോ. അങ്ങനെയുള്ളപ്പം അവൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്നു തോന്നുന്നുണ്ടോ? വിവാഹം കഴിഞ്ഞോണ്ട് കാര്യമുണ്ടോ മുത്തച്ഛ? അവന്റെ ഭാര്യയായിട്ട് വന്നവൾ അവനെ സ്നേഹിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. ആ ഒരു സമയത്ത് അവന് എന്തെങ്കിലും തോന്നിയാലോ? അവരകന്നു പോകത്തല്ലേ ഉള്ളൂ. അല്ല, അനിയുടെ ജീവിതം നിന്റെ ജീവിതത്തെക്കാളും പ്രധാനമാണെന്ന് നീ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളപ്പം അവന്റെ ദാമ്പത്യ ജീവിതം തകരാതെ നോക്കേണ്ടത് നിന്റെ കടമയല്ലേ? അങ്ങനെ തകരാതിരിക്കണം എന്നുണ്ടെങ്കിൽ നന്ദുവും അനിയും തമ്മിലുള്ള കൂടിക്കാഴ്ച നിയന്ത്രിക്കുക മുത്തശ്ശ ചെയ്യേണ്ടത്. അതിന് തടസ്സം ഇടണം. എനിക്കതൊരു പരിമിതികളുണ്ട്. ഞാൻ എങ്ങനെയാ പറയണത്, പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തില്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം. ഇപ്പം മുത്തച്ഛൻ പറയുന്നത് പോലെ നയനോടുള്ള സ്നേഹം കൊണ്ട് അവൻ അങ്ങോട്ടേക്ക് പോകുന്നത്. അങ്ങനെ കുറെ ദിവസം പോയി കഴിയുമ്പോഴേ അനിയും നന്ദുവും തമ്മിൽ ആഴത്തിലുള്ള ഒരു ബന്ധം ഉണ്ടാകുമെന്ന എന്റെ ഒരു പേടി. അതുകൊണ്ട് ഒരു കാര്യമുള്ളൂ ചെയ്യാൻ, അവൻ അങ്ങോട്ടേക്ക് വിടാതിരിക്കുക, അവൻ അങ്ങോട്ടേക്ക് പോകാതിരിക്കുക. അവൻ അത്രയ്ക്ക് വെറുപ്പ് അനാമികയെ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അവന് ഇഷ്ടമില്ലാത്തൊരു ബന്ധത്തിലേക്കല്ലേ ചെന്നകപ്പെട്ടത്? അന്ന് അവന് ചിന്തിക്കത്തില്ലായിരുന്നോ? അന്ന് അവന് ചിന്തിക്കായിരുന്നു. പക്ഷെ അവൻ ചിന്തിച്ചിരുന്നു. നമ്മളെല്ലാവരും കൂടെ ചേർന്നല്ലേ ആ ഒരു ജീവിതത്തിലേക്ക് അവനെ തള്ളിയിട്ടത്. പിന്നെ അവർ തമ്മിലുള്ള ആ ഒരു ബന്ധം എത്രത്തോളം വളർന്നു എന്നൊന്നും നമുക്കറിയില്ലായിരുന്നു. അത് അവൻ മറക്കാത്തിടത്തോളം നമ്മൾ എന്തൊക്കെ ചെയ്താലും പറഞ്ഞാലും എനിക്ക് തോന്നുന്നില്ല മിക്കവാറും അനാമികയും അതുപോലെ അനിയും കൂടെ മുന്നോട്ടേക്ക് പോകുമെന്ന്. പിന്നെ അനാമിക ചെയ്തതിനെ ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ലല്ലോ മുത്തച്ഛ. ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് ഞാനും മുത്തച്ഛനും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത് തന്നെ സംഭവിക്കത്തുള്ളായിരുന്നു. നമ്മളാണെങ്കിലും അവക്കിട്ട് തല്ലു കൊടുക്കത്തില്ലായിരുന്നു. അതും ശരിയാ മോനെ നീ പറയുന്നത്. മൊത്തത്തിൽ ആകെപ്പാടെ താളം തെറ്റൽ കൂടി കൂടി വരികയാണല്ലോ നമ്മുടെ ഈ കുടുംബത്തില്. എന്ത് സമാധാനത്തോടെ കഴിഞ്ഞതായിരുന്നു. ഇതിന്റെ പേരിൽ തറവാടൊന്നും വെട്ടിമുറിക്കാൻ നിന്നേക്കരുത് മുത്തച്ഛ. എല്ലാം നേരെയാകും. എന്റെ പൂർവികരാ പുണ്യം ചെയ്തവര്. അവർക്ക് ഈ ഒരു കാഴ്ചകളൊന്നും കാണേണ്ടി വന്നിട്ടില്ല മോനെ. എന്നാൽ എനിക്കിപ്പം ഈ കാഴ്ചകളൊക്കെ കാണേണ്ടി വരിക. കാണാൻ പാടില്ലാത്ത ഒരുപാട് കാഴ്ചകളാ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാ കാര്യങ്ങളുടെ പോക്ക്. ഏതായാലും എവിടം വരെ കാര്യങ്ങൾ പോകുമെന്ന് നമുക്ക് നോക്കാമെന്നും പറഞ്ഞിട്ട് മുത്തശ്ശൻ അങ്ങ് പോകാൻ കേട്ടോ. മുത്തശ്ശന്റെ ഈ വിഷമം കണ്ടിട്ട് നമ്മുടെ ആദർശനും ഭയങ്കര വിഷമമുണ്ട്. ഈ ഒരു സമയത്ത് നന്ദുവിനെയും നയനെയാണ് കാണിക്കുന്നത്. അങ്ങനെ നയനെ പറയുക, നീ ഇത്രയും ഓവർ ആകണ്ടായിരുന്നു മോളെ. അതെങ്ങനെയാ ശരിയാവുന്നത്? അവൾ ഓവർ ആയില്ലേ? എത്രയോ തവണ കാരണമില്ലാതെ അവൾ എന്നെ നാണം കെടുത്തിയത്. ആ സമയത്തൊക്കെ ഞാൻ എല്ലാം കേട്ടോണ്ട് നിന്നില്ലേ, ക്ഷമിച്ചില്ലേ? ഇവിടെ പക്ഷെ എന്നെയല്ല അവള് നോവിച്ചത്, ചേച്ചിയല്ലേ അവള് നോവിച്ചത്. അത് കണ്ടുകൊണ്ട് നിൽക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ടാ ഞാൻ അങ്ങനെ ചെയ്തത്. ഞാൻ അങ്ങനെ അപ്പൊ ചെയ്തില്ലായിരുന്നെങ്കിലുണ്ടല്ലോ അവൾ ഇതല്ല ഇതിനപ്പുറം പറഞ്ഞേനെ. എന്നെയും അതുപോലെ ചേച്ചീനെയും നമ്മുടെ അമ്മയെയും അച്ഛനെയും ഒക്കെ. ഈ ഒരു സമയത്ത് കനകദുർഗയും ഗോവിന്ദനും കയറി വരികയാണ് കേട്ടോ. അങ്ങനെ കനകദുർഗ ഓടി വന്നിട്ട്, അല്ല മോളെ നിനക്ക് എന്തെങ്കിലും പറ്റിയോ? വീഴ്ചയിൽ എന്തെങ്കിലും സംഭവിച്ചോ? അല്ല, അമ്മയോടൊക്കെ ആരാ ഇത് വിളിച്ചു പറഞ്ഞത്? അത് പിന്നെ അനിയുടെ അമ്മ വിളിച്ചിരുന്നു, അവരാ വിളിച്ചു പറഞ്ഞത്. പിന്നെ അനിയെ വിളിച്ചപ്പോഴാ അനി കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞത്. മോളെ ഹോസ്പിറ്റലിൽ പോണെങ്കിൽ നമുക്കിപ്പോ ഒന്ന് പോയി ചെക്കപ്പ് ചെയ്യാം മോളെ. നീ ആഴത്തിൽ വീണതല്ലേ? എനിക്കൊരു കുഴപ്പമില്ല അച്ഛാ. അതുകൊണ്ടല്ലേ ഞാൻ അകത്ത് പോയി കിടക്കാതെ ഇവിടെ ഇരിക്കുന്നത്. നന്ദൂട്ടാ, നിനക്ക് തൃപ്തിയായല്ലോ. ആ അനിയുമായിട്ട് ഒരു തരത്തിലുള്ള അടുപ്പവും വേണ്ടെന്ന് ഞാൻ നിന്നോട് പലതവണ പറഞ്ഞതല്ലേ. അതിനിപ്പോ അനിയുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ലല്ലോ അമ്മ. ഇപ്പം ഇല്ലേ? ഒരു കോണ്ടാക്റ്റും ഇല്ലേ നിനക്ക്? പിന്നെ എന്തിനാ ആ പയ്യൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരുന്നത്? നയനെ കാണാനാന്നും പറഞ്ഞുകൊണ്ട് ആ പയ്യൻ ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമുണ്ടോ? അപ്പോഴത്തേക്ക് നമ്മുടെ നയന് പറഞ്ഞു, എല്ലാം അറിഞ്ഞു വെച്ചിട്ട് എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അനി വരുന്നത് എന്നെ കാണാൻ വേണ്ടിയല്ലേ, അല്ലാതെ നന്ദുവിനെ കാണാനല്ലല്ലോ. നിന്നെ കാണാൻ വേണ്ടി മാത്രമാണോ എന്ന് എനിക്കിപ്പോ സംശയമുണ്ട്. നിന്നെ കാണാൻ വേണ്ടി മാത്രമല്ലായിരിക്കും, ഇവളെയും കൂടെ കാണാൻ വേണ്ടി ആയിരിക്കും. അതുകൊണ്ട് നയന മോള് തന്നെ അനിയെ പറഞ്ഞ് വിലക്കണം, ഇങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞുകൊണ്ട്. അത് പിന്നെ അനിയുടെ മനസ്സ് എന്താണെന്ന് അമ്മയ്ക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. അതുകൊണ്ടാ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അതുകൊണ്ട് മാത്രം അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അനിക്ക് എന്നോട് അത്രയ്ക്ക് സ്നേഹമാ. നയനമോളെ നിന്നെ സ്നേഹിച്ചോട്ടെ, സ്നേഹിക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷെ ഇവളുടെ വിവാഹം കഴിയുന്നത് വരെ
ഇവളും അനിയും കാണാൻ പാടില്ല. അപ്പോഴത്തേക്ക് നന്ദു പറഞ്ഞു, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ, ഞാൻ ഈ നാടും വീടും വിട്ടു പോകാം, വേറെ എവിടെയെങ്കിലും പോയി ജീവിക്കാം. എന്നാലും കുഴപ്പമില്ല, നീ നാട് വിട്ടു പോയാലും കുഴപ്പമില്ല. അതിന്റെ പേരിൽ നിന്റെ രണ്ട് ചേച്ചിമാര് ക്രൂശിക്കപ്പെടുന്ന കാണാനേ എനിക്ക് പറ്റില്ല. ഞാൻ മടുത്തു എല്ലാം കണ്ടും കേട്ടുമൊക്കെ. ദേ ഇപ്പൊ തന്നെ കണ്ടില്ലേ അവള് വന്ന് നയനമോളെ പിടിച്ച് തള്ളിയത്. എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? അത് പിന്നെ അമ്മേ, ഞാൻ ചെറുതായിട്ട് വീണതേ ഉള്ളൂ. അതിന്റെ ഇരട്ടിയായിട്ട് ഇവള് അനാമികയ്ക്ക് കൊടുത്തിട്ടുണ്ട്, അതും ഇളയമ്മയുടെ മുമ്പിൽ വെച്ച് തന്നെ. അത് പിന്നെ മോളുടെ അവസ്ഥയില് മോളെ പിടിച്ച് തല്ലിയാൽ ആരും ഇതല്ലേ ചെയ്യുള്ളൂ കനകദുർഗ എന്നിങ്ങനെ ഗോവിന്ദൻ പറഞ്ഞു. എന്നിട്ട് ഗോവിന്ദൻ പറഞ്ഞു, ഞാനും ഇവളും ഇവിടെ ഇല്ലാതിരുന്ന് നന്നായി എന്ന് വേണം കരുതാന്. അപ്പൊ കനകദുർഗ പറഞ്ഞു, മോളുടെ ഇപ്പോഴത്തെ അവസ്ഥ അവർക്ക് അറിയില്ല, അതുകൊണ്ട് പരിസരം പോലും നോക്കാതെ ഓരോന്ന് ചെയ്യുന്നത്. അന്ന് അനി ഫ്രൂട്ട്സുമായിട്ട് വന്നപ്പോ ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായതാ അന്ന് മനസ്സിലാക്കണ്ടേ? അതൊക്കെ മനസ്സിലാക്കിയിട്ട് അനി വീണ്ടും എന്തിനാ ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന് എനിക്കറിയാത്തത്. വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണോ? അത് പിന്നെ അമ്മേ, ഞാൻ അനിയോട് പറഞ്ഞിട്ടുണ്ട്, ആദർശേട്ടനോടും, അനി ഇങ്ങോട്ടേക്ക് വരരുതെന്ന്, വിടരുതെന്ന്. അനി വരാനും പാടില്ല, ഇവന് അവളെ കാണാൻ പോകാനും പാടില്ല. ഞാൻ ഇപ്പൊ പുറത്തേക്ക് പോകാതെ ഈ വീട്ടിനകത്ത് തന്നെയല്ലേ ഞാൻ ഇരിക്കുന്നത്. എന്നിട്ടും അനി ഇങ്ങോട്ടേക്ക് വരുന്നത് എന്റെ കുറ്റമാണോ? നിങ്ങൾ എല്ലാവരും എന്തിനാ എന്നെ കുറ്റപ്പെടുത്തുന്നത്? ഞാൻ പരമാവധി ഒഴിഞ്ഞു മാറി നടക്കുക, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ എങ്ങോട്ടേലും പൊക്കോളാമെന്ന്. അപ്പോഴത്തേക്കും നയന പറഞ്ഞു, നന്ദു നീ മിണ്ടാതിരിക്കുക, വിടി ചേച്ചി, ഇതൊക്കെ കേട്ട് ഞാൻ മടുത്തു എന്നും പറഞ്ഞു നന്ദു അങ്ങ് പോയി കേട്ടോ. അപ്പോഴത്തേക്ക് നയന പറഞ്ഞു, അവള് പിണങ്ങി പോയത് കണ്ടില്ലേ അമ്മ? അമ്മ എന്തിനാ അമ്മ അവളെ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? അവള് തെറ്റുകാരിയൊന്നും അല്ലല്ലോ, അവൾ എന്ത് തെറ്റാ ചെയ്തത്? മോളിപ്പം മിണ്ടാതിരിക്കും, മോള് വാ അകത്ത് പോയി കിടക്കാന്ന് പറഞ്ഞുകൊണ്ട് കനകദുർഗ നയനയും കൊണ്ട് അകത്തേക്ക് കയറി പോവുകയാണ് കേട്ടോ. ഗോവിന്ദൻ ഇതെല്ലാം കണ്ടുകൊണ്ട് വിഷമിച്ച് നിൽക്കുകയാണ്. നന്ദുവിന്റെ സൈഡ് നിൽക്കണോ, അനിയുടെ സൈഡ് നിൽക്കണോ, അനാമികയുടെ സൈഡ് നിൽക്കണോ? സ്വന്തം മക്കളുടെ വശത്ത് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്നും പറയും. അപ്പൊ ആ ഒരു അവസ്ഥയിലാണ് ഗോവിന്ദൻ ഉള്ളത്. പിന്നെ കാണിക്കുന്ന ഇറങ്ങിപ്പോയ നന്ദുവിനാണ്. നന്ദു ഇറങ്ങിപ്പോയി എവിടെയും ഇങ്ങനെ ചെന്ന് നിൽക്കുമ്പോ അങ്ങോട്ടേക്ക് പെട്ടെന്ന് നമ്മുടെ അനി വരുവാണ് കേട്ടോ. അപ്പൊ നന്ദുവിന്റെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് അനിക്ക് സഹിക്കുന്നില്ല. അപ്പം നന്ദു മാറി ഇങ്ങനെ നിന്ന് വിഷമിക്കും. അപ്പൊ പെട്ടെന്ന് അനി വന്നിട്ട് നന്ദു എന്നും പറഞ്ഞു വിളിച്ചു. നന്ദു എന്ന് പറഞ്ഞു വിളിച്ചപ്പോ തന്നെ നമ്മുടെ നന്ദു പേടിച്ചു പോയിട്ടോ. കാരണം കാണരുത് മിണ്ടരുതെന്ന് പറഞ്ഞപ്പോ വീണ്ടും അയാളെ തമ്മിൽ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കുവേ പെട്ടെന്നൊരു പേടി. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദു പറഞ്ഞു, അതെ അനിയെ കാണണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു, പക്ഷെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അത് വലിയ പ്രശ്നമാകും. ഏതായാലും മുന്നിൽ വന്ന് പെട്ടല്ലോ, അത് വലിയ കാര്യം. ഞാൻ കാണണമെന്ന് ഓർത്തിരുന്നതാ. എന്തിനാ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നേ? എന്തിനാ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നേ? എന്തിനാ എന്നെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നേ? ഞാൻ അനിയെ വിളിക്കുന്നില്ല, കാണാൻ ശ്രമിക്കുന്നില്ല. എന്നിട്ടും അനാമിക മാത്രമല്ല, എന്റെ വീട്ടിൽ പോലും എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക, എന്റെ അച്ഛനും അമ്മയും ഒക്കെ. ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? അത് പിന്നെ നന്ദു, നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയാലോ. പിന്നെ എന്തിനാ എന്നെ കാണാൻ വേണ്ടി വീണ്ടും വീണ്ടും വരുന്നത്? പിന്നെ എന്നെ എന്തിനാ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത്? അത് പിന്നെ എന്തിനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ എന്റെ ഏടത്തിനെ കാണാനാ വരുന്നത്, അല്ലാതെ നിന്നെ കാണാനൊന്നും അല്ല. ഏടത്തി എന്റെ വല്യമ്മയ്ക്ക് ചെയ്ത സഹായങ്ങള് എന്താണെന്ന് അറിയാതെ എന്റെ വീട്ടിലുള്ള പലരും സംസാരിക്കുന്നുണ്ട്. അതൊക്കെ അനിയുടെ കാര്യങ്ങളാ, എന്റെ കാര്യങ്ങളല്ല. പക്ഷെ അനി എന്റെ വീട്ടിൽ വരുന്നതിന്റെ പേരിൽ ഞാൻ കേൾക്കുന്ന പഴി എത്രയാണെന്ന് എനിക്കറിയാലോ. ഞാൻ എന്തൊക്കെ അപവാദം കേൾക്കണത്, ഇന്ന് എന്റെ വീട്ടിൽ എന്തൊക്കെയാ സംഭവിച്ചത്. എന്റെ പഴയ സ്വഭാവത്തിനാണെങ്കിലുണ്ടല്ലോ, ഇന്ന് അവളെ ഞാൻ വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിച്ചേനെ ഞാന്. പക്ഷെ ഞാൻ സഹിച്ചു, ക്ഷമിച്ചു. അല്ല നന്ദു, ഞാൻ അതിന്റെ പേരിൽ മാപ്പ് ചോദിക്കുക. വേണ്ട, എന്നോട് അനി മാപ്പൊന്നും പറയണ്ട. എനിക്ക് ഒരു ഉപകാരം ചെയ്തു തന്നാ മതി, എന്നെ കാണാൻ വരരുത്. നമ്മൾ തമ്മിൽ കാണാനുള്ള അവസരങ്ങൾ പരമാവധി ഒഴിവാക്കുക, അത് മാത്രം മതി. അതാ എന്നോട് ചെയ്യേണ്ടത്. എന്റെ വീട്ടിലേക്ക് വരാതിരുന്നാൽ മതി. എന്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞ് ശരിയാവില്ല. ആദർശേട്ടൻ എടുത്തു തന്ന വീടാണല്ലോ അല്ലെ, അതുകൊണ്ട് അങ്ങോട്ട് വരണ്ട എന്ന് പറയാനുള്ള അവകാശമൊന്നും എനിക്കില്ലല്ലോ അല്ലെ. എടോ, താനെന്താടോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? താനെന്താ മനസ്സിലൊക്കെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത്? ആ വീടിപ്പം നന്ദുവിനും നന്ദുവിന്റെ അച്ഛനും അമ്മയ്ക്കും കൂടെ ഉള്ളതല്ലേ. അവിടേക്ക് ആര് വരണം വരണ്ടെന്നൊക്കെ പറയാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. അല്ലാതെ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്നെ വേദനിപ്പിക്കരുത്. എന്നാ പിന്നെ ഞാൻ ആ അധികാരത്തോടു കൂടി പറയുക, നമ്മൾ തമ്മിൽ ഇനി കാണാൻ പാടില്ല, ഇനി കേട്ട ശരിയാവില്ല. ഇനി ആ വീട്ടിലേക്ക് ഇനി വരാൻ പാടില്ല. എടോ, എന്റെ ജീവിതം താറുമാറായി പോയിടോ. ഞാന് നിന്നോട് പറഞ്ഞല്ലോ, സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ വിവാഹം കഴിച്ചതിന് ശേഷം തളയ്ക്കപ്പെട്ടൊരവസ്ഥയില്ല ഞാന്. വല്ലാത്തൊരു വീർപ്പുമുട്ടല. പണ്ടത്തെ ആ സ്വാതന്ത്ര്യമൊന്നുമില്ല. അവൾ ശരിക്കും എന്റെ ഭാര്യയല്ല, എന്നെ കൊല്ലാൻ വന്ന പിശാച. ആ രീതിയിലാ അവൾ എന്നോട് സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്യുന്നത്. ഞാൻ കെട്ടിയൊരു താലി അവിടെ കഴുത്തിലുണ്ടെന്ന് മാത്രമല്ലാതെ അതിനപ്പുറം വേറൊരു ബന്ധവും ഞങ്ങൾ തമ്മിലില്ല. ഇതുവരെ അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിട്ടുമില്ല. ഞാൻ പറയുന്നത് സത്യ, വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കുക, ഇല്ലെങ്കിൽ ഇത് തമാശയായിട്ട് എടുത്തേരെ. പിന്നെ എനിക്ക് പറയാനുള്ളത് വേറൊന്നുമല്ല, ഒരുപാട് സങ്കടത്തിലൂടെയാണോ ഞാൻ കടന്നു പോകുന്നത്. അല്ല, അനി കള്ളം പറയില്ല എന്നൊക്കെ എനിക്കറിയാം. പക്ഷെ നമ്മുടെ സാഹചര്യം കൂടി നമ്മൾ മനസ്സിലാക്കണ്ടേ അനി?
ചുറ്റുമുള്ളവരെ കുറിച്ച് ഓർക്കണ്ടേ അനി? നമ്മൾ ചുറ്റുമുള്ളവരെ നോക്കാതെ ജീവിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നത്? എന്റെ ചേച്ചി വല്യമ്മയ്ക്ക് വലിയൊരു സഹായം ചെയ്തു. അതിനെപ്പറ്റി തുറന്നു പറയാത്തതില് അനിയുടെ അനിയുടെ വല്യമ്മയ്ക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ലെന്നുള്ള ഉറച്ചു വിശ്വാസം കൊണ്ടാ. അല്ലെങ്കിൽ അത് തുറന്നു പറഞ്ഞാനെ. അനിയുടെ വല്യമ്മയ്ക്ക് എന്റെ ചേച്ചിയുടെ സഹായം ആവശ്യമില്ല. അങ്ങനെയാ പലപ്പോഴും പറയുന്നത്. അങ്ങനെ എന്റെ ചേച്ചിയെ സഹായിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞാല് ആദർശേട്ടനെയും വല്യച്ഛനും ഒക്കെ വല്യമ്മ പ്രതിസ്ഥാനത്ത് നിർത്തും. അവിടെ വലിയ പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് അതുകൊണ്ട് എന്റെ ചേച്ചി പറയരുതെന്ന് പറയുന്നത്. പിന്നെ ഞങ്ങളൊക്കെ കുറ്റക്കാരാകും. സഹായിക്കുന്നതും അനിയുടെ വീട്ടില് പലർക്കും കുറ്റമാണ്. അത് കുറ്റമായിട്ടാ കാണുന്നത്. അങ്ങനെയുള്ളപ്പോ പലതും നമ്മള് മനസ്സിലൊതുക്കി ജീവിച്ചേ പറ്റൂ. പലതും എടോ, പ്രതിസന്ധികളൊക്കെ കൂടുമ്പോഴാണല്ലോടോ എല്ലാവരും ഭാവിയെ കുറിച്ച് അറിയാൻ വേണ്ടി ഈ ആഗ്രഹിക്കുന്നതും ചിന്തിക്കുന്നതും ഒക്കെ. ഞാനും എന്റെ കുടുംബ ജോത്സ്യനെ പോയി കണ്ടു. അദ്ദേഹം പറഞ്ഞത് അനാമികയും ഞാനും തമ്മില് ഒത്തുപോവില്ലെന്ന, ഞങ്ങളുടെ ജീവിതം തകരുന്ന, പിരിയാൻ വേണ്ടി ഒന്നിച്ചവരാണെന്ന അദ്ദേഹം ഞങ്ങളുടെ ബന്ധത്തെ വിശേഷിപ്പിച്ചത്. അദ്ദേഹം അങ്ങനെ തന്നെയാ പറഞ്ഞത്. അതുകൂടി കേട്ട് കഴിഞ്ഞപ്പോ ഞാൻ ഉറപ്പിച്ചു, ഒരിക്കലും എനിക്ക് ചേരുന്ന പെണ്ണല്ല അനാമിക എന്ന്. കാര്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി എന്തിനാ നമ്മൾ വെറുതെ കലഹിക്കുന്നത്? വയ്യ, മടുത്തു. ഞാൻ പറഞ്ഞല്ലോ, വീർപ്പ് മുട്ടാൻ വയ്യ. അനി, നിങ്ങളുടെ ജീവിതം അത് അത് കണ്ടിട്ട് വലിയ വിഷമം ആദർശേട്ടന്. അതുപോലെ തന്നെ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെ ഒക്കെ കാര്യം. അവർക്ക് വേണ്ടി അനി പരമാവധി അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചേ പറ്റൂ. ഇപ്പോഴും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണല്ലോ. അത് തന്നെയല്ലേ ചെയ്തോണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അവയ്ക്ക് വേണ്ടി ഞാൻ സ്നേഹിക്കുന്നവരെ, ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുന്നവരെ തള്ളിക്കളയാൻ എനിക്ക് പറ്റില്ല, ഒഴിവാക്കാൻ എനിക്ക് പറ്റില്ല. അവരെയൊക്കെ കാണുമെന്ന് തോന്നുമ്പോൾ ഞാൻ കാണും, മിണ്ടും, സംസാരിക്കും, അവരുടെ അരികിലേക്ക് വരും. അതിനെ ആരും എതിർക്കാൻ ശ്രമിക്കണ്ട. ഈ അനിയെ അങ്ങനെ ആരും മാറ്റാനും നോക്കണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനി വണ്ടി കയറി പോവുകയാണ് കേട്ടോ. അപ്പൊ അനി അതും ഇതും എന്ത് പറഞ്ഞാലും അനി വീണ്ടും നമ്മുടെ നയനയുടെ അടുത്തേക്ക് ചെല്ലും. നയനയുടെ വീട്ടിൽ ചെന്ന് നയനയെ കാണും, വേണമെങ്കിൽ നന്ദുവിനെയും കാണുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ട് അങ്ങ് പോകുന്നത് കേട്ടോ. അനി വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് ഉള്ളതും, നന്ദു അതിനേക്കാൾ വലിയൊരു പ്രതിസന്ധിയിലും. ഈ ഒരു സമയം കാണിക്കുന്ന നമ്മുടെ ആദർശന്റെ അടുത്തേക്ക് ദേവയാനി ചെല്ലാണ് കേട്ടോ. അങ്ങനെ ദേവയാനി ചെന്നിട്ട് പറഞ്ഞു, അതെ, അവളുടെ വീട്ടിലേക്ക് പോയി അനാമിക കവിളത്ത് പാടുമായിട്ട്. ഇനി അവൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എന്തൊക്കെ സംഭവിക്കുന്ന അറിയില്ല. എന്ത് സംഭവിക്കാനാ? അവള് കൂടിപ്പോയാൽ അവളുടെ വീട്ടിൽ പോയി നിൽക്കും. കുറച്ചു ദിവസം അവിടെ പോയി നിൽക്കുന്നത് തന്നെയാ നല്ലത്. നിന്റെ ഭാര്യ അവളുടെ വീട്ടിൽ പോയി നിൽക്കുന്നത് നിനക്ക് വലിയ പ്രയാസമുള്ള കാര്യമാണല്ലോ. അവള് പോയി കഴിഞ്ഞാല് നീ പിന്നാലെ പോവൂലോ. അവൾക്ക് എന്തു ആകാം അല്ലെ? പക്ഷെ വേറെ ആർക്കും ആവത്തില്ല അല്ലെ? അല്ല, നയനെ അവളുടെ വീട്ടിൽ പോയി നിൽക്കുന്ന അമ്മ പറഞ്ഞിട്ടല്ലേ. നയനയും അനാമികയും തമ്മില് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അനാമികയുടെ സ്വഭാവം അത്രയ്ക്ക് നല്ലതൊന്നും അല്ല. നിന്റെ ഭാര്യയുടെയും നിന്റെ ചേച്ചിയുടെ സ്വഭാവവും നല്ലതാണോ? അങ്ങനെ തോന്നുന്നുണ്ടോ? നീ എന്താ ഒന്നും പറയാത്തത്? നിന്റെ ഭാര്യയും ചേച്ചിയും ഇവിടെ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത്? പ്രത്യേകിച്ച് നിന്റെ ഭാര്യയുടെ ചേച്ചി ഇവിടെ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നതെന്ന് എനിക്കറിയില്ല. കൊന്നാലും അങ്ങോട്ടേക്ക് പോകില്ല, അവളുടെ വീട്ടിലേക്ക്. അവക്ക് ഇവിടെ നിൽക്കുന്നതാണല്ലോ സുഖം. അതുപോലെ അല്ല അനാമിക മോളുടെ കാര്യം. അവളുടെ കണ്ണൊന്ന് നിറഞ്ഞാല് അവളുടെ അച്ഛനും അമ്മയും പരിഹാരം കാണുന്ന ആൾക്കാരാ. അത് തന്നെയാ എല്ലാ കുഴപ്പത്തിനും കാരണം. എന്തിനും ഏതിനും അവരുണ്ടല്ലോ. അവരാ മോളെ ഇങ്ങനെ ആക്കിയത്. ആദർശേ, അനിയുടെ ദാമ്പത്യ ജീവിതം തകരുന്നത് നമുക്കെല്ലാം വേദന ഉണ്ടാക്കുന്ന കാര്യമല്ലേ? അത് തകരാൻ പാടുണ്ടോ? അങ്ങനെയുള്ളപ്പം അനിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയല്ലേ ചെയ്യേണ്ടത്? നീ എങ്ങനെയെങ്കിലും അവനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്ക. അനിയുടെ മുന്നിൽ വെച്ച അനാമിക നയനെ പിടിച്ച് തള്ളിയത്. അങ്ങനെ തള്ളിയെങ്കിൽ കാരണം ഉണ്ടാക്കിയത് അവളല്ലേ. അനിയോട് അങ്ങോട്ടേക്ക് ചെല്ലരുതെന്ന് അവക്ക് പറയത്തില്ലായിരുന്നോ? അവൾ എന്തിനാ അനിയെ സപ്പോർട്ട് ചെയ്യുന്നത്? എന്തുകൊണ്ടാ അങ്ങോട്ടേക്ക് ചെല്ലരുത് എന്ന് പറയാത്തത്? അത് പിന്നെ എല്ലാരും പറയുന്നതാ അമ്മേ. പിന്നെ എന്തിനാ അങ്ങോട്ടേക്ക് അവൻ പോകുന്നത്? അപ്പൊ നിന്റെ ഭാര്യനെ കാണാനല്ല, അനിയത്തിനെ കാണാൻ വേണ്ടി തന്നെ ആയിരിക്കും അവൻ അങ്ങോട്ടേക്ക് പോകുന്നത്. ആ കാര്യത്തില് അനാമിക മോള് പറയുന്നതിൽ സത്യമുണ്ട്. അത് നിനക്കറിയാലോ. അമ്മയ്ക്ക് ഇതുവരെ സാഹചര്യം മനസ്സിലായിട്ടില്ല. അമ്മയുടെ മരുമകളെ ഇതുവരെ മനസ്സിലായിട്ടില്ല. അമ്മ അവളെ ഒന്ന് സ്നേഹിച്ചു നോക്ക്. അവള് സ്നേഹിക്കുന്നതിന്റെ ഒരംശം ഒന്ന് തിരിച്ചു കൊടുക്ക്. ഇവിടെ ഇപ്പം അതല്ലല്ലോ സംഭവിക്കുന്നത്. ഞാൻ എന്തിന്റെ പേരിലാണ് അവളെ സ്നേഹിക്കേണ്ടത്? എന്തിന്റെ പേരിൽ ഞാൻ അവളെ സ്നേഹിക്കണം? അവള് നിന്റെ ഭാര്യ എങ്ങനെയായതെന്ന് നിനക്ക് ഓർമ്മയുണ്ടല്ലോ. ഞാൻ എന്റെ മകന് വേണ്ടി കണ്ടെത്തിയതല്ല അവളെ. ഞാൻ ഉദ്ദേശിച്ച ഒരു മരുമകളെ അല്ല എനിക്ക് കിട്ടിയത്. അല്ല, അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിന് എന്ത് നഷ്ടമേ ഉണ്ടായത്? ഒരു നഷ്ടം ഉണ്ടായിട്ടില്ലല്ലോ. എന്റെ ഭാര്യ ആകേണ്ടവൾ തന്നെ ആ സ്ഥാനത്ത് വന്നിരിക്കുന്നത്. അല്ല, നിനക്ക് അവളെ ഇഷ്ടമായിരുന്നോ? അത് പറ ആദർശേ. നീ ഇഷ്ടത്തോടെയാണോ അവളെ കൂടെ കൂട്ടിയത്? അല്ലല്ലോ. അത് ശരിയല്ലായിരുന്നു അമ്മേ. പക്ഷെ അവളുടെ സ്വഭാവവും പ്രവൃത്തികളും പിന്നെ എന്നെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. അവളുടെ നന്മ അമ്മ മനസ്സിലാക്കുന്നില്ല. അവള് പറയുന്ന കാര്യങ്ങളും നന്മയൊക്കെ മനസ്സിലാക്കി അമ്മ ഒരിക്കലും ഇങ്ങനെയൊന്നും സംസാരിക്കില്ല. നീ എന്ത് വേണമെങ്കിലും ചെയ്യ്. അവളുടെ പിന്നാലെ നടക്കുകയും വാഴ്ത്തി പാടുകയും ഒക്കെ ചെയ്ത ആ ഒരു സമയത്ത്
എനിക്ക് കരള് തന്ന ആ പെൺകൊച്ചിനെ നീ കണ്ടായിരുന്നോ? ആ പൈസ അവര് സ്വീകരിച്ചോന്നറിയാമോ? എനിക്കിതൊരു മെസ്സേജ് പോലും വന്നിട്ടില്ല. അത് ഞാൻ അവരെ വിളിച്ചില്ലമ്മേ. നീ മലയ്ക്ക് പോയിട്ട് വന്നു കഴിഞ്ഞേ എന്നെ ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ഒന്ന് കൊണ്ടുപോകണം. എനിക്ക് ആ പെൺകുട്ടീനെ കണ്ടേ പറ്റൂ. അത്തരം പെൺകുട്ടികളെയാ നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ടത്. അവരെയാ കണ്ട് പഠിക്കേണ്ടത്, പാഠമാക്കേണ്ടതൊക്കെ. അല്ലാതെ നിന്റെ പുറകെ നടക്കുന്ന ഭാര്യേനെ അല്ല, കുടുംബത്തിലെ തമ്മിൽ തല്ലുണ്ടാക്കുന്ന ഒരുത്തിയല്ല. അത് നീ മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ ദേവയാനി. ഏതായാലും ഈ രണ്ടും ഒരാളാണെന്ന് നമ്മുടെ ദേവയാനിക്ക് അറിയില്ലല്ലോ. കുടുംബത്തിൽ വഴക്കുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളും ഈ പറയുന്ന പാഠമാക്കേണ്ട ആളൊക്കെ ഒന്നാണെന്ന് നമ്മുടെ ദേവയാനി അറിയുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.